ജനാർദ്ദനക്കുറിപ്പാണ്. രുദ്രയാമണം സിദ്ധകുമാരുപാചാര്യവിലാസത്തിൽ പശുഭാവ പ്രശംസ. പശുഭാവത്തിലിരിക്കുന്നവൻ നാരായണനെ പോലെ ആയിത്തീരും. ആകസ്മികമായ സിദ്ധികളും വരും. കയ്യിൽ ശംഖ്, ചക്രം, ഗദ, പങ്കജം എല്ലാം വരും. ഗരുഡന്മേൽ സഞ്ചാരവും സാധ്യമാകും. 4 കൈയുള്ളവനായി തീർന്ന് വൈകുണ്ഠത്തിൽ ചെന്നേരും. മഹാവിദ്യ കൊണ്ട് സാധകൻ മഹാധർമ്മസ്വരൂപനാകും. പശുഭാവമാണ് മറ്റു ഭാവങ്ങളിലേക്കുള്ള പ്രാഥമിക അവസ്ഥ. എന്നാൽ ആദ്യം പശുഭാവത്തിലിരിക്കണം. പിന്നീട് സർവ്വഫലങ്ങളും മോക്ഷവും സമസ്ത ജീവനും ശുഭമായതുകൊണ്ട് ചെയ്യുന്ന മഹാപുരുഷനാകുന്നു. സുന്ദരമായ ദിവ്യഭാവം നേടാം. അത് ഉത്തമോത്തമമായ ഭാവമാകുന്നു. ഭാവം കൊണ്ടാണ് വാദ്യം, ധനം, മറ്റു ഫലങ്ങളെല്ലാം നേടുന്നത്. കോടി ഗോദാനം കൊണ്ടോ, കോടി സാളഗ്രാമം ദാനം ചെയ്യുന്നതുകൊണ്ടോ, കാശിയിലെ കോടി ഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഉണ്ടാകുന്ന ഫലം ക്ഷണമാത്രം കൊണ്ട് ഭാവാശ്രയപ്രാപ്തി കൊണ്ട് നേടുന്നു. രാവിലെ പശുഭാവത്തിലും മധ്യാഹ്നത്തിൽ വീരഭാവത്തിലും സായാഹ്നത്തിൽ ദിവ്യഭാവത്തിലിരിക്കണം. ഇഷ്ടദേവതയെ പൂജിക്കേണ്ടത് പശുഭാവത്തിലാകുന്നു. ജന്മകാലം മുഴുവൻ പശുഭാവത്തിൽ ഇഷ്ടദേവതയെ പൂജിച്ചുകൊണ്ടിരുന്നാൽ മഹാസിദ്ധികൾ വന്നുചേരും. എല്ലാവർക്കും ഗുരുവായിത്തീരും. പ്രതിദിന ഐശ്വര്യം വർദ്ധിച്ചു വരും. സാധകൻ ഗുരുഭാവത്തിലെത്തിയാൽ അയാൾക്ക് മധുമതി വിദ്യ കൂടി സാധ്യതമായിത്തീരും. സിദ്ധവിദ്യകൾ നേടുന്നത്. സമ്പന്നനാണെങ്കിൽ വിവേകമുള്ളവനായി മഹാവനത്തിൽ താമസിക്കുക. സ്വന്തം വീട്ടിലായാലും ബ്രഹ്മചര്യം പാലിക്കുക. ഏതെങ്കിലും സിദ്ധപീഠത്തിൽ ബ്രാഹ്മണകുലത്തിൽ ജനിക്കുക. മഹാഷോഡാശ്രമത്തിൽ പശുഭാവത്തിലിരിക്കുക. എന്നാൽ അയാൾക്ക് സിദ്ധവിദ്യകൾ പ്രാപ്തമാകും. അല്ലെങ്കിൽ മന്ത്രജ്ഞാന സാധകൻ കുലഭാഗത്തിലിരുന്ന് പൂർവപരമായ കൗളിക ദേവതയെ കുണ്ടലിനി ശക്തി ആശ്രയിച്ചാലും നിശ്ചിത രൂപത്തിലുള്ള സിദ്ധികൾ നേടാൻ കഴിയും. ഈ വിധം മഹാവിദ്യകൾ ലഭിച്ചാൽ അതിൻ്റെ പ്രസന്നത കൊണ്ട് തന്നെ വീരഭാവത്തിൽ എത്തിച്ചേരാം. വീരഭാവത്തിൽ എത്തിയാൽ ഉത്തമ പുരുഷനായി തീർന്ന ലക്ഷണങ്ങൾ കാണാം. തുടർന്ന് ദിവ്യഭാവത്തിലെത്താം. ഈ അവസ്ഥയിൽ സാധകൻ കൽപ്പലതയുടെ പതിയായിത്തീരും. ധ്യാനനിഷ്ഠനും മന്ത്രതന്ത്ര വിശാരദനുമായി മഹാപീഠത്തിൽ ഉപവിഷ്ടനാകും. മഹാജ്ഞാനിയും സദാജ്ഞാനിയും യതിയുമായിത്തീരും. വാക്സിദ്ധിയും ഉണ്ടാകും. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എത്താൻ വരെ കഴിയും. മഹാലക്ഷ്മി പതി നാരായണനെ വിട്ട് സാധകൻ്റെ വീട്ടിൽ വന്ന് വസിക്കും. അയാൾക്ക് മേൽ ദേവിയുടെ പൂർണ്ണ സന്തോഷദൃഷ്ടി എപ്പോഴും ഉണ്ടാകും. എല്ലാ സിദ്ധികളും നേടും. ഭാവവിദ്യാവിധി. പശു, വീര, ദിവ്യഭാവങ്ങൾക്കുള്ള ഗുരു, മന്ത്രം, ദേവത തുടങ്ങിയ വേറെ വേറെയാണ്. ദിവ്യഭാവമാണ് ഏറ്റവും സിദ്ധി ശ്രേയസ്കരം. വീരഭാവം മധ്യമാകുന്നു. പശുഭാവം ജപം, പൂജ, ഹോമം തുടങ്ങിയുകൊണ്ട് ക്ലേശം ഉണ്ടാക്കുന്നതിൽ അധമവുമാകുന്നു. ഭാവമില്ലാതെ മന്ത്രതന്ത്രങ്ങൾ ഫലം നൽകിയില്ല. വീരസാധനം സാധിക്കില്ല. വേദാന്താദി മോക്ഷവിദ്യകളും കൈകരിയില്ല. ഭാവമില്ലാതെ പീഠപൂജയും നിവേദ്യാദിയും കൃത്രിമമാകും. ഇന്ദ്രിയ വിജയം ഉണ്ടാകില്ല. സ്വന്തവും അന്യവുമായ സ്ത്രീകൾക്കും എങ്ങനെ ദാനം ചെയ്യും? കുലാചാരവും കുലപരായണവും ഭാവമില്ലെങ്കിൽ വ്യർത്ഥമായിത്തീരും. ഭാവം കൊണ്ട് മനുഷ്യൻ മുക്തി പ്രാപിക്കുന്നു. കുലശുദ്ധി വരുത്തുന്നു. ഗോത്രശുദ്ധിയും ഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഭാവമില്ലെങ്കിൽ പൂജ കൊണ്ടോ മന്ത്രം കൊണ്ടോ യാതൊരു വക ഫലവുമില്ല. നമഃശിവായ.